ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി വ്യാഴാഴ്ച സർവകക്ഷി യോഗം വിളിച്ചു കേന്ദ്ര സർക്കാർ. ശനിയാഴ്ചയാണ് മൂന്നാം എൻഡിഎ സർക്കാരിന്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റ്. പ്രത്യേക സാമ്പത്തിക പാക്കേജ്, വയനാട് പുനരധിവാസം, എയിംസ് അടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ കേരളം ഇത്തവണയും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 2025-26 സാമ്പത്തിക വർഷത്തിലേക്കുള്ള സമ്പൂർണ്ണ ബജറ്റാണ് ഫെബ്രുവരി 1 കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിക്കുക. ജനുവരി 31 മുതൽ ഫെബ്രുവരി 13 വരെയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ സെഷൻ. സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ വെള്ളിയാഴ്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുസഭകളെയും പാർലമെന്റിൽ അഭിസംബോധന ചെയ്യും. തുടർന്ന് കേന്ദ്ര ധനമന്ത്രി സാമ്പത്തിക സർവേ അവതരിപ്പിക്കും. ഫെബ്രുവരി 3-4 തീയതികളിലാണ് ചർച്ച. 6 ചർച്ചകൾക്ക് മറുപടി നൽകും. മാർച്ച് 10 മുതൽ ഏപ്രിൽ 4 വരെയാണ് രണ്ടാം സെഷൻ. ബജറ്റ് സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി സഹകരണം തേടി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യാഴാഴ്ച സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ബജറ്റിൽ എയിംസ് അടക്കം നിരവധി ആവശ്യങ്ങൾ ഇത്തവണയും കേരളം മുന്നോട്ട് വച്ചിട്ടുണ്ട്. കേരളത്തിന് 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജും വയനാട് പുനരധിവാസത്തിന് 2,000 കോടിയുടെ പ്രത്യേക ധനസഹായവും ബജറ്റിൽ പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിനായി 5,000 കോടി, തുറമുഖത്തേക്കുള്ള റെയിൽപാത, വ്യവസായ ഇടനാഴി അടക്കം സംസ്ഥാനത്തിന്റെ പ്രതീക്ഷകളാണ്. കടമെടുപ്പ് പരിധി 3 നിന്നും 3.5 ഉയർത്തുക, GST വരുമാന വിഹിതം വർദ്ധിപ്പിക്കുക, റബ്ബറിന്റെ താങ്ങുവില ഉയർത്തുക, ദേശീയപാത വികസനം, ശബരിപാത, സിൽവർ ലൈൻ ഉൾപ്പെടെ കേന്ദ്രാനുമതി കാത്തിരിക്കുന്ന റെയിൽവേ പദ്ധതികൾ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ബജറ്റിൽ ഇടപിടിക്കുമോ എന്നതും ഉറ്റുനോക്കുന്നു. കേരളത്തിന്റെ ചിരകാല ആവശ്യമായ എയിംസ് ഇത്തവണയെങ്കിലും ബജറ്റിൽ ഉണ്ടാകുമോ എന്നതും ശ്രദ്ധേയമാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ നികുതി ഘടനയിലടക്കം മാറ്റമുണ്ടാകുമോ എന്നതും നിർണായകമാണ്. കൈരളി ന്യൂസ്, ദില്ലി.